കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവിൻ്റെ വിലയേറിയദാസൻ കടന്ന നല്ല ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗത്തോട് ചേർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പരിശുദ്ധാത്മ സ്നാനം സഭയ്ക്ക് ദൈവം നൽകിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ തിരുവെഴുത്തിൽ അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് നാം ധ്യാനിച്ചു വരുന്നത്. പ്രധാനമായും 3-4 ഇൻസിഡൻറ്റ് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സംഭവം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അല്ലെങ്കിൽ സ്നാനം ഏറ്റ ദൈവമക്കളിലുണ്ടായ പ്രത്യക്ഷമായ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നമ്മൾ ഊന്നി പറഞ്ഞൊരു കാര്യം, അവിടെയെല്ലാം പരിശുദ്ധാത്മ സ്നാനത്തോടെ എല്ലാവർക്കും ലഭ്യമായതാണ് അന്യഭാഷ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം അത് ദൈവസന്നിധിയിൽ മനസ്സിലാക്കുകയും അത് ഉറപ്പിക്കുകയും അതിൻ്റെ അനുഭവത്തിനായി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൽ മുന്നേറി വരുവാൻ എന്താണ് അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം, എന്താണ് ആ അനുഭവത്തിൻ്റെ ശ്രേഷ്ഠതയെന്ന് മനസ്സിലാക്കുവാനുമൊക്കെ ഈ ചിന്ത നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ അതിൻ്റെ 19-ാം അധ്യായം, കഴിഞ്ഞ രാത്രി നമ്മൾ 10-ാം അധ്യായം കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ കൂടി വന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നതിനെക്കുറിച്ചും അനന്തരം അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചുമാണ് അല്പസമയം നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് രാത്രി എൻ്റെ 19-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയിൽ എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ള പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ കാണുന്ന സന്ദർഭത്തിൽ ചോദിക്കുന്ന ചോദ്യവും അതിന് അനന്തരഫലമായി നടക്കുന്നൊരു സംഭവ വിവരണമാണ് 19-ാം അധ്യായം. ഈ എഫെസോസ് എന്ന് പറയുന്ന പട്ടണം നമ്മളവിടെ വായിച്ചു വരുമ്പോൾ ഏഷ്യ മൈനറിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു. ഒരു പക്ഷേ പൗലോസ് കൂടുതൽ സമയം പാർത്ത ഒരു പട്ടണം, ഏകദേശം 3 വർഷത്തോളം ഈ എഫെസോസ് പട്ടണത്തിൽ പാർക്കുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹീതമായ നിലയിൽ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു സ്ഥലമാണ് ഈ എഫെസോസ് എന്ന് പറയുന്നത്. പല പ്രത്യേകതകൾ എഫെസോസിനുണ്ട്, നമുക്കറിയാം, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് 19-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ചില ശിഷ്യന്മാരെ കണ്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 18-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇത് പൗലോസിൻ്റെ ആദ്യ സന്ദർശനമല്ല. 18-21 ഒന്ന് വായിക്കാമോ? ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. അപ്പോൾ എഫെസോസിൽ ഇതിനു മുമ്പ് പൗലോസ് ചെന്നിട്ടുണ്ട്, ഫലപ്രദമായ ഒരു വേല അവിടെ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ നിശ്ചയമായിട്ടും സുവിശേഷത്താൽ ആകൃഷ്ടരായി കുറേ പേര് ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനത് പറയാൻ കാരണം, ഈ ഭാഗങ്ങളെയൊക്കെ നാം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇതിനെതിരെയുള്ള ഒത്തിരി വാദഗതികളുണ്ട്. അതിലേക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. ഈ പറയുന്ന ശിഷ്യന്മാർ അവർ ക്രിസ്തു വിശ്വാസികളല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന 18-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ ചെന്നിരുന്നു, ഫലപ്രദമായ സുവിശേഷ വേല അവിടെ ചെയ്തിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് പോകാതെ എന്തായിരുന്നു അവിടെ ചെന്ന് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട്, അങ്ങനെ ചോദിക്കണമെങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ചവരാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതിന് പല വാദഗതികളുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അങ്ങനെ എടുത്തു ചോദിക്കണമെങ്കിൽ വിശ്വാസ അനന്തരമായി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട അനന്തരമായി രക്ഷിക്കപ്പെടുമ്പോൾ വരുന്ന ഒരനുഭവമല്ല, രണ്ടാമതുണ്ടാകുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളതിന് ഈ ഭാഗം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ പരിശുദ്ധാത്മ സ്നാനവും ലഭിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം വിശ്വസിക്കുമ്പോൾ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുകൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നുണ്ട്. എന്നാൽ ആത്മസ്നാനം എന്ന് പറയുന്നത് അതിന് ശേഷം രണ്ടാമതായി നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന ഒരനുഭവമാണ്. പ്രത്യക്ഷമായി അതേ അടയാളത്തോടുകൂടെ നാം പ്രാപിക്കുന്ന ഒരനുഭവമാണ് എന്ന് ദൈവവചനത്തിൽ നല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ അതാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആത്മസ്നാനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവനായി നമ്മുടെ നിയന്ത്രണത്തെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും നമ്മുടെ ആളത്വത്തെ മുഴുവൻ പരിശുദ്ധാത്മാവ് കർത്തൃത്വം നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക്
നമ്മൾ മാറ്റപ്പെടുന്നതിനെക്കുറിച്ചാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അവർ പരിശുദ്ധാത്മാവിനാൽ നിറവീൻ എന്നുള്ള പദം പൗലോസ് പിന്നെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കാണുന്ന പരിശുദ്ധാത്മ സ്നാനം ഒരിക്കലാണെങ്കിൽ പരിശുദ്ധാത്മ നിറവ് ആവർത്തിക്കപ്പെടാം. ഓരോരോ സന്ദർഭങ്ങളിൽ പുതിയ അനുഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദിനംതോറും എന്ത് ചെയ്യുന്നുണ്ട്? പുതുക്കം പ്രാപിക്കുന്നുണ്ട്. എൻ്റെ അകത്തെ മനുഷ്യൻ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ളവൻ നാൾക്ക് നാൾ ഡെയിലി പുതുക്കം. അപ്പം ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന അനുഭവം, ഓരോ സന്ദർഭങ്ങൾക്ക് അനുസൃതമായി ദൈവം പ്രത്യേക നിറവും അഭിഷേകവും ഒക്കെ നമുക്ക് തന്നിരിക്കും. അത് ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്തെങ്കിലുമുള്ള പദ്ധതി നിറവേറ്റാനോ നാം കടന്നു പോകുന്ന ഏതെങ്കിലും പ്രതിസന്ധിയിൽ നിലനിൽക്കാനൊക്കെയായി ദൈവം പ്രത്യേക നിറവൊക്കെ ചില സന്ദർഭങ്ങളിൽ തരാറുണ്ട്. അത് ആവർത്തിക്കപ്പെടുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊരു ദൈവവൈതൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാപിക്കുന്ന പ്രത്യക്ഷമായ അടയാളത്തോടുകൂടെ പ്രാപിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പം ഇവിടെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പ്രാപിച്ചു. അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളോട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ. അന്നുണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസൻ, പ്രായമുള്ളൊരു ദൈവദാസൻ ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്ന, എപ്പോൾ കണ്ടാലും ഇതേ ചോദിക്കത്തുള്ളൂ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ എപ്പോൾ കാണുമ്പോഴങ്ങ് ചോദിക്കും. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഈ ചിന്ത ഇങ്ങനെ വരും. ചെറിയ പ്രായമല്ലേ, അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഉത്തരം ഉണ്ടാകും. അപ്പം മറന്നു പോകാതെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടിയുള്ളൊരാഗ്രഹം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്, 2015 എൻ്റെ ഓർമ്മ. 2015 അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു ചർച്ചിൽ ഇതുപോലെ തന്നെ ദൈവസഭയും പരിശുദ്ധാത്മാവും എന്നുള്ള വിഷയം ക്ലാസ് എടുക്കുവാനായിട്ട് 5 ദിവസം എനിക്ക് അവസരമുണ്ടായി. ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അവിടെ ചെന്ന് ക്ലാസ് എടുത്തപ്പോൾ പല സഭക്കാരാണ്, എല്ലാ സഭക്കാരും കൂടെ ചേർന്നുള്ളൊരു മീറ്റിംഗാണ്. അവരുടെ വെക്കേഷൻ ബൈബിൾ സ്റ്റഡി നമ്മുടെ VBS കുട്ടികൾക്ക് നടക്കുന്നു. അപ്പോൾ മുതിർന്നവർക്ക് എല്ലാ സഭക്കാരും കൂടെ കൂടി ഒരു ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അതന്ന് ആ പ്രാവശ്യം എനിക്കായിരുന്നു അതിന് ഇൻവിറ്റേഷൻ കിട്ടി. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല സഭക്കാർ, ചച്ചക്കോടുകാർ, IPC, ഷാരോൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും വ്യക്തിപരമായിട്ട് പരിചയമില്ല. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അന്ന് ക്ലാസ്. പരിശുദ്ധാത്മാവും ദൈവസഭയും അതവർ തന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ ഒരു സഹോദരൻ ഇതുപോലെ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ചർച്ചകളുടെ ഒരു മെമ്പർ. അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി. അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് വരെ അത്ഭുതം തോന്നി. നല്ല നിലയിൽ, വളരെ ഉന്നതമായ നിലയിൽ ആ പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി അദ്ദേഹത്തോടൊപ്പം വന്ന് രാത്രി ചെലവഴിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ബോംബെ പട്ടണത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. ജീവിതത്തിൻ്റെ എല്ലാ അഴുക്ക് ചാലിലൂടെയൊക്കെ സഞ്ചരിച്ചു. പക്ഷേ കർത്താവ് തന്നെ തൊട്ടു, യേശുവിനെ അറിഞ്ഞു, യേശുവിനായി ജീവിച്ചു. അങ്ങനെ കുടുംബമായിട്ട് അവർക്ക് അമേരിക്കയിൽ ചെല്ലാൻ അവസരമുണ്ടായി. അവിടെ നല്ല നിലയിൽ ജീവിക്കുന്നു. അദ്ദേഹം അറിഞ്ഞിടത്തോളം നല്ല നിലയിൽ ക്രിസ്ത്യജീവൻ നയിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ എനിക്കിന്ന് വരെ ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാനങ്ങനെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ എന്നൊക്കെയുള്ള ഒരു കാഷ്വലായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുള്ളതല്ല, അത് ഗൗരവമായി. ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ അന്നേരം ദൈവാത്മ തന്നൊരു കാര്യം, നമ്മുടെ ജീവിത യാത്രയിൽ നമുക്കൊക്കെ പറ്റുന്നൊരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള വന്ന് ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇതൊക്കെ പറയാറുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, പല സൺഡേ സ്കൂളിലും ഞാൻ പറയാറുണ്ട്, നമ്മൾ സൺഡേ സ്കൂൾ അവരെ പഠിപ്പിച്ച് തീർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ അവരുള്ളപ്പോൾ തന്നെ ഈ അനുഭവത്തിലേക്ക് അവരെ നയിക്കാൻ നമുക്ക് സാധിക്കണം. അതിനവരെ നമ്മൾ ഇപ്പോൾ ചിലരോട് പറയും, പക്ഷേ അതൊക്കെ അവർ പ്രാപിച്ചോളും, നമ്മളവരെ പഠിപ്പിച്ചാൽ മതി എന്ന് ചില അധ്യാപകർ പറയും. ചിലർ പറയും, പക്ഷേ അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ അവർക്ക് ദൈവം കൊടുത്തോളും എന്നൊക്കെ. നേരെ തിരിച്ച് ഞാൻ അവരോട് ചോദിക്കും, നമ്മൾ അവരുടെ ഭാവിക്ക് വേണ്ടി ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ അടുത്ത സബ്ജക്റ്റ് ഏതെടുക്കണം, എവിടെ വിടണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്നവരല്ലേ. ഒരു സമയബന്ധിതമായി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അവരെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പല സൺഡേ സ്കൂളൊക്കെ അവരോട് പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും അങ്ങനെ ഒരു പ്ലാൻ ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ കയ്യിൽ അവരുള്ളപ്പോൾ പരിശുദ്ധാത്മ സ്നാനം അവർ പ്രാപിച്ചിരിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് പറ്റിയ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നു. പക്ഷേ അങ്ങനെ ഒരു നിർബന്ധമായിട്ടൊന്നും ഞാനതിനെക്കുറിച്ച് ഞാനിപ്പോൾ കാര്യം പറയാം. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചെല്ലാം, പ്രത്യേകിച്ച് ആ രാജ്യത്ത് ജീവിക്കുന്നവരെല്ലാം സമയത്തിന് വലിയ വിലയുള്ളവരാണ്. ഓരോ സമയം അവരിങ്ങനെ കണക്ക് കൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സമയം വെച്ചുകൂടാ? കർത്താവേ,
ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക്. അപ്പോൾ അന്ന് എനിക്ക് തോന്നി ഞാനൊരു ജൂലൈ മാസത്തിലാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഈ അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക് വേണം, അതിനുവേണ്ടി ചില സമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കണം. ഞാനിങ്ങനെ എന്തെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ തരട്ടെ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതിലും ഇത് ദൈവവചനത്തിൻ്റെ ഒരു സത്യമാണെങ്കിൽ ഒരു ടൈം ഫ്രെയിം വെച്ച്, കർത്താവേ എനിക്കിത് വേണം, ആവശ്യബോധത്തോടെ ദൈവസന്നിധാനത്തോടെ പ്രാർത്ഥിച്ച്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ തലയാട്ടി കേട്ടെങ്കിലും ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞ ചിലപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഓക്കെ. പക്ഷേ അദ്ദേഹം അന്ന് രാത്രിയിൽ അത് തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. ഡിസംബർ മാസം കർത്താവ് ഈ സംവത്സരം തീരുന്നതിന് മുമ്പ് എനിക്ക് ഈ അനുഭവം തരണം. ഞാനവിടെ നീങ്ങി പോരുന്നു. ഞങ്ങളന്ന് തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കുകയാണ്. ഒരു നവംബർ മാസത്തിൽ എനിക്ക് അമേരിക്കയിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എൻ്റെ നമ്പറുണ്ടായിരുന്നു, എന്നെ വിളിച്ചു. ഭയങ്കര സന്തോഷം. പക്ഷേ ഞാൻ അന്ന് വാർഷോട് പറഞ്ഞില്ലേലും ഞാൻ എഴുതി വെച്ചിരുന്നു, ഡിസംബറിനുള്ളിൽ എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. നവംബർ മാസത്തിലെ ഒരു പ്രാർത്ഥനയിൽ ദൈവം തന്നെ ആത്മാവിൽ നിറച്ചു. ഈ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വികാരം മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു വികാരമല്ല ഇത്. അതിൻ്റെ അനന്തരഫലം അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ഈ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനൊന്നുമില്ല, ദൈവസേന ഒന്നുമില്ലെന്നും എൻ്റെ ജീവിതം ദൈവത്തിനുള്ളതാണെന്നും. അദ്ദേഹം അടുത്ത പദം പറഞ്ഞത്, പക്ഷേ മഹാരാഷ്ട്രയിൽ ഒരു വലിയ സുവിശേഷ പ്രവർത്തനത്തിന് മുൻകൈ എടുക്കാനും കൂടെ ദൈവം അത് മുഖാന്തരം എന്നെ സഹായിച്ചു. അദ്ദേഹം നല്ല ഭൗതിക നിലയിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം അതിൻ്റെ ബ്രോഷറൊക്കെ എനിക്ക് അതിന്. പക്ഷേ ഇത് ഈ അനുഭവം എന്നിൽ വന്നപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത്. കർത്താവിന് വേണ്ടി വലിയ കാര്യം ചെയ്യാൻ എനിക്ക് വഴിയും ദൈവം തുറന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കങ്ങനെ ഒരു ആഗ്രഹം, ദൈവസേന ഒരു വാഞ്ചയുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇവരോട് ഇത് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവെന്ന് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ അവിടുത്തെ സ്നാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പൗലോസ് 4-ാം വാക്യം, ആ ആ അവരുടെ സ്നാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനം അല്ലെങ്കിൽ മാനസാന്തര സ്നാനമെന്നാണ് യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ പഠിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ ഒരു പുരോഹിത കുടുംബത്തിലെ ആളായിരുന്നു. എന്നാൽ സന്യാസ ജീവിതം സ്വീകരിച്ച് ആ രീതിയിലുള്ള ജീവിതശൈലി പുലർത്തി വന്ന ഒരാളാണ്. കർത്താവിന് മുന്നോടിയായതുകൊണ്ട് ശക്തമായ ഭാഷയിൽ, പ്രവാചകന്മാരുടെ അവസാന കണ്ണിയായി ശക്തമായ ഭാഷയിൽ ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന ഒരു ഇത് ഇവിടെ പറയാനൊരു സന്ദർഭം കൂടുണ്ട്. അപ്പം അവർ ഒരു പക്ഷേ യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞവരോ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവരോ ആയിരിക്കാം. എന്നിരുന്നാലും യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ ഞാനതാ പറഞ്ഞ ഈ വരികളിലെല്ലാം ചില പ്രായോഗിക കാര്യങ്ങളോ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുന്നുണ്ട്. കഴിഞ്ഞ രാത്രി നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഈ യോഹന്നാൻ സ്നാപകൻ്റെ കാര്യം ഇവിടെ പറയാൻ കാരണം, അല്ലെങ്കിൽ യോഹന്നാൻ മാനസാന്തര സ്നാനം, അപ്പോൾ അവിടെ ഒന്ന് നിൽക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞാൽ? അന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാർ ദൈവത്തിൻ്റെ വഴിയൊക്കെ വിട്ടുപോയവരോട് പറഞ്ഞു, സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? വഴുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് മാനസാന്തരപ്പെടണം. ഈ നമുക്കറിയാം ദൈവകോപമുണ്ടല്ലേ? ന്യായവിധി സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് മാത്രമല്ല, ന്യായവിധി ഈ ഭൂമിയിലും ഉണ്ട്, അല്ലേ? അങ്ങനല്ലേ? ന്യായവിധി ഈ ഭൂമിയിലും ഉണ്ട്. അപ്പം ദൈവകോപത്തിൽ നിന്നൊഴിഞ്ഞു പോകാൻ, അപ്പം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന ഒരു അപജയമെന്ന് പറയുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെന്നിരിക്കട്ടെ, ഈ ആത്മീയ അനുഭവത്തിൽ നിന്ന് വന്നവരെന്നിരിക്കട്ടെ, എന്നാൽ പലപ്പോഴും പറ്റുന്നൊരു പരാജയം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ പടിപടിയായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ വരുന്നൊരു കാര്യം, ദൈവമഹത്വത്തിനല്ലാതെ, ഞാൻ പറഞ്ഞ പദം ശ്രദ്ധിക്കുക, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ സഹോദരൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ എന്ത് നേടിയാലും അത് ദൈവമഹത്വത്തിനായിരിക്കണമെന്നൊരു നിർബന്ധം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്തായിരുന്നാലും, നമുക്ക് കുഞ്ഞുങ്ങളെ തന്നാലും, ധനം തന്നാലും, വീട് തന്നാലും, കാറ് തന്നാലും, എല്ലാം എന്തിനാണ്?
എന്തിനാ? ദൈവമഹത്വത്തിന്, ദൈവഹിതം പോലെ. അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ, അത് കേവലം ഒരു ഭംഗിവാക്കായിട്ടല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആ ഒരു ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമഹത്വത്തിനായി സംഭവിക്കണം. നമ്മൾ മനുഷ്യരാണ്, കമ്പയർ ചെയ്യും, അല്ലേ? കർത്താവേ, അവർക്ക് നീ ഇത് കൊടുത്തു, എനിക്കൂടെ. സ്വാഭാവികം. ഞാനങ്ങനെ കർത്താവിനോട് ചോദിച്ച സന്ദർഭങ്ങളുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതുപോലെ പോഷത്വം വേറൊന്നുമില്ല. ദൈവത്തോട് പറയണം, കർത്താവേ, നിനക്കിതമില്ലാത്തതൊന്നും തരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ ചെന്നൈയിലായിരുന്നപ്പോൾ ഒരു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം സമുദായക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം വിദേശത്താണ്. അദ്ദേഹം എയർഫോഴ്സ് ജോലി കഴിഞ്ഞ് നല്ല പെൻഷനുണ്ട്, ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പറഞ്ഞു, വൈഫ് മരിച്ചുപോയി, അച്ഛന് സ്കൂട്ടറൊന്നും എടുത്തുകൊണ്ട് ഇനി പോകരുത്, ഏതാവശ്യം ഉണ്ടെങ്കിലും ഇവിടെ ഡ്രൈവർ വരും, കാറും വരും. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം നാട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം സമുദായക്കാരാണ്. അപ്പം നാട്ടിലിങ്ങനെ പോകുന്ന വഴിക്ക് ഈ സമുദായക്കാരൻ്റെ വീടിനോട് അടുത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കാറുണ്ടെന്നറിയാം, കാറ് കിടക്കുന്നു, നല്ല ബ്രാൻഡിന് ഒരു കാറ് കിടക്കും. അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ വെച്ച്, ദൈവമേ, ഞാൻ ഇത്രയും നാളും ദൈവത്തെ സേവിച്ചിട്ട് എനിക്കൊരു മക്കൾ ഇഷ്ടം പോലെ പണം കൊടുത്ത് എപ്പോൾ വേണേലും ചോദിച്ചാൽ അവിടെ കാറ് വരും. കാറ് മേടിച്ചിടാത്തതിൻ്റെ കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അപ്പനും വയ്യാത്തത് കൊണ്ടാണ്, അല്ല പണമില്ലാഞ്ഞുകൊണ്ടല്ല. പക്ഷേ ഈ കാറ് കണ്ടപ്പോൾ പുള്ളിക്ക് എവിടെ, എൻ്റെ ദൈവമേ, ഇവരെല്ലാം ദൈവത്തെ സേവിക്കാത്ത ഇവന് ദൈവം കാറ് കൊടുത്തു, എനിക്കൊരു കാറില്ലല്ലോ. മനസ്സിൽ വിഷമിച്ച് തിരിച്ചു വന്നു. എന്നോട് പറഞ്ഞ കാര്യം കേട്ടോ ഈ പറയുന്നത്. തിരിച്ച് ചെന്നൈ വന്നപ്പോൾ കൊണ്ട് പുള്ളിയുടെ ഷെഡിൽ ഒരു കാറ് കിടക്കുന്നു. സന്തോഷമില്ലാതിരിക്കുമോ? ഉയ്യോ, എൻ്റെ ദൈവമേ, എൻ്റെ സങ്കടം ദൈവം. അപ്പോൾ അതെന്തോ പറ്റിയാന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഏറ്റവും വലിയൊരു ഉഴപ്പൻ, തമിഴനാണെങ്കിലും ഒരു ഉഴപ്പനുള്ള ഒരാൾ, അവന് ആ കാറ് നന്നാക്കാൻ ആരെയെങ്കിലും ആശ്രയിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു അച്ചാനുണ്ട്, നീ പോയാൽ മതി, അച്ഛൻ്റെ നിന്ന് കാശ് കിട്ടും, ഇത് നന്നാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കൊണ്ടിട്ടതാണ്. ഞാൻ നോക്കിയപ്പോൾ എന്തോ ഈ മനസ്സിൽ ഈ ഭാരം കൊണ്ട് വന്നപ്പോഴാണ് ഈ കാർ അവിടെ കിടക്കുന്നതായിട്ട്. ഞാൻ ചുരുക്കി അങ്ങ് പറയാം. അദ്ദേഹം അവിടുത്തെ ഒരു വലിയ തട്ടിപ്പുകാരനായിരുന്നു. അവസാനം ഞാൻ ശുശ്രൂഷ സഭയിലെയാണ്, വേറൊരു അച്ഛനും കൂടെ അതിനകത്ത് ഇടപെട്ട് ഒരു കണക്കിന് തലേന്നത് ഊരി മാറ്റേണ്ടി വന്നു. അതുപോലൊരു വിഷയമായി. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പാസ്റ്റർ ഇതെടുത്ത് തലേ വെച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മനുഷ്യരാണ്, എല്ലൊക്കെ കാണുമ്പോൾ കർത്താവെ എനിക്ക് ഇതുപോലൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ട്. പക്ഷേ പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു പ്രത്യേകത, ദൈവഹിതമല്ലാത്തതൊന്നും കർത്താവെ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള മനസ്സ്. അതിൽ പൗലോസ് പറഞ്ഞ 1-2 വാക്യങ്ങൾ നിങ്ങളത് മനസ്സിൽ, ഞാൻ പറഞ്ഞില്ല, ഈ പ്രായോഗിക കാര്യങ്ങൾ മനസ്സിൽ ഇരിക്കണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യവും 10-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യവും ഒന്ന് വായിച്ച്. സുവിശേഷത്തിലൊരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും, ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ ഈ ആയുസ്സിൽ സുവിശേഷത്തിലൊരു പങ്ക് വഹിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? പൂർണ്ണസമയ സുവിശേഷ വേലയല്ല ഞാൻ ചോദിച്ചത്, നമ്മെ രക്ഷിച്ച കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൽ ഒരു പങ്ക്, സുവിശേഷ വേലയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോ, സുവിശേഷത്തിൽ ഒരു പങ്കാളിയായി തീരാൻ. എന്തേലും ആയിക്കോട്ടെ. ഞങ്ങളെ പഠിപ്പിച്ച ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകൻ പറയും, നിങ്ങൾ ആ കൊറിഡോറിൽ കൂടെ നടന്നു പോകുമ്പം ലൈറ്റ് വെറുതെ കിടക്കുന്ന കണ്ടാൽ അത് ഓഫ് ചെയ്യണം. നിങ്ങളുടെ ഡ്യൂട്ടി അല്ലായിരിക്കും, പക്ഷേ അത് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ സുവിശേഷ നിമിത്തം ഇത് ചെയ്യുന്നെന്ന് ഓർക്കണം. അതെന്നും ഞങ്ങളുടെ മനസ്സിൽ ഇരിക്കും. കാരണം എന്താ, അനേക ദൈവമക്കൾ തരുന്ന പൈസ കൊടുത്താണ് ഇതെല്ലാം റൺ ചെയ്യുന്നത്. അപ്പം നിങ്ങളത് ചെയ്യുമ്പോൾ സുവിശേഷ നിമിത്തമാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം, അപ്പോൾ ആ ഒരു മനസ്സ്. 31-ാം വാക്യം വായിച്ച്, 10-31 വായിച്ച്, എന്ത് ചെയ്താൽ സുവിശേഷത്തിലൊരു പങ്ക് വഹിക്കണമെന്നുള്ള ആഗ്രഹം. തിന്നാലും കുടിച്ചാലും അത് നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. എന്താ പൗലോസ് അവിടെ പറയാൻ ഉദ്ദേശിക്കുക? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും. ഒരാമേൻ പറയാമോ അതിന്? എന്ത് ചെയ്താലും ദൈവമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കേവലം നമ്മുടെ പറച്ചിലൊന്നും ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് പരിശുദ്ധാത്മ നിറവ് തന്നെ വേണം. ഏത് കാര്യം നമ്മൾ ആലോചിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചാണെങ്കിലും, നമ്മുടെ വ്യക്തിപരമായി, നമ്മുടെ ജോലി, നമ്മുടെ ഏത് മേഖലയിലും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ
എന്നാൽ അതിൻ്റെ മറുഭാഗം ഞാൻ പറയാം. ഇന്ന് ആത്മീയ ലോകത്ത് നാം ഈ അനുഭവിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ പോലും ഭൗതിക ലക്ഷ്യങ്ങളിലേക്ക് അതിനുവേണ്ടി മാത്രം ലക്ഷ്യമിട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്നാൽ ദൈവമക്കളെ, അത് സങ്കടകരമാണെന്ന് മാത്രമല്ല, അത് ദൈവിക ന്യായവിധിക്കുള്ള ഇരയാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനിപ്പം മുമ്പേ ഓർപ്പിച്ചതോ അതിന് മുഖപക്ഷമൊന്നുമില്ല ദൈവത്തിന്. നമുക്ക് തന്നിരുന്ന ഈ ദാനം, ദൈവത്തിൻ്റെ ദാനം ദൈവമഹത്വത്തിനുള്ളതാണ്, നമ്മുടെ മെറിറ്റ് കൊണ്ട് ലഭിക്കുന്നതല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാകണം? ദൈവമഹത്വത്തിനായിരിക്കണം. അത് നമ്മുടെ ഡെയിലി പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തണം. കർത്താവേ, നമുക്ക് ചോദിക്കാം, നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാം, എന്നാൽ അതിൻ്റെ എല്ലാം ഒടുവിൽ കർത്താവിൻ്റെ ഹിതം എന്നിൽ നിറവേറണം. അൾട്ടിമേറ്റായിട്ട് ദൈവത്തിൻ്റെ പർപ്പസാണ് എന്നിൽ നിറവേറണം. ദൈവ ഇഷ്ടമില്ലാത്തതൊന്നും എന്നിൽ സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് പരിശുദ്ധാത്മാവ് നമ്മളിൽ തരട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പം മാനസാന്തരം നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ദൈവകോപത്തെക്കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ ഈ വന്ന അധ്യായത്തിന് മുമ്പ് ഒരു അധ്യായമുണ്ട്. ഒരു രാജാവിനെ ദൈവം സന്ദർശനയെക്കുറിച്ച് 12 ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ചില ശിക്ഷാവിധികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതും ഈ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 12-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 23. അപ്പം നമ്മളിപ്പോൾ ചിന്തിച്ചു വന്നത്, ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ലെന്നാണ്, അല്ലേ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. അതായത് ഞാൻ പറഞ്ഞ പ്രായോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. ഇന്നലെ നാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നാവേ മറന്നുപോയി. നാവേ നരകം. ഇത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒറ്റ വാക്യത്തിൽ തന്നെ പറയും. ഇന്ന് പറഞ്ഞ പോലെയാണ് ഈ ദൈവം മഹത്വത്തിനല്ലാതെ ദൈവം തന്നത്, ദൈവത്തിങ്കിൽ നിന്ന് അനുഭവിക്കുന്നത് ദൈവമഹത്വത്തിനല്ലാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അവിടെ വായിച്ചേ. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി. ഇതൊരു ജാതീയ രാജാവാണ്. സത്യം അവൻ രക്ഷിക്കപ്പെട്ട ആളൊന്നുമല്ല. പക്ഷെ അവിടെ എന്തിനാണ് ഇത് പരിശുദ്ധാത്മാവിനകത്ത് എഴുതി വെച്ചത്? ദൈവമക്കളെ, ഈ 12-ാം അധ്യായം നമുക്കറിയാം. യോഹന്നാൻ കൊല്ലപ്പെടുന്നു. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊല്ലുന്നു. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടിട്ട് പത്രോസിനെയും പിടിച്ച് കാരാഗൃഹത്തിലാക്കുന്നു. അപ്പം ഹെരോദ് അഗ്രിപ്പാവയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ രാജാവ് യഹൂദന്മാരുടെ പ്രീതിക്കായിട്ട് അപ്പോസ്തലനായ പത്രോസിനെയും പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. അത്ഭുതകരമായി ദൈവം ആ കാരാഗൃഹത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്ന സംഭവമൊക്കെ പറഞ്ഞു വന്നിട്ട് യാക്കോബിനെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ യാക്കോബിനെ എന്ത് ചെയ്തു? വാളുകൊണ്ട് കൊന്നു. എത്ര ദാരുണമായ സംഭവം നോക്കി. ഒരു രാജാവ് വാഴുന്നു, രാജാവ് ഒരു കാരണവുമില്ലാതെ യാക്കോബിനെ പിടിച്ച് കൊല്ലുന്നു, പത്രോസിനെയും പിടിച്ച് കാരാഗൃഹത്തിലാക്കുന്നു. അങ്ങനെ യാക്കോബിൻ്റെ മരണം കൊണ്ട് ആരംഭിക്കുന്ന ഒരു അധ്യായമാണ് 12. ആ അധ്യായം അവസാനിക്കുന്ന ഒരു മരണം കൊണ്ടാണ്. അങ്ങനെ ആ രാജാവ് വളരെ ശക്തനായി തിരുവായ്ക്ക് എതിർവായില്ലാതെ ദൈവജനത്തെ പീഡിപ്പിച്ചും പത്രോസിനെ കാരാഗൃഹത്തിലാക്കിയാണ് ആ അധ്യായം തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഒടുവിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കാണുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മൾ കാണുന്ന ഈ സുവിശേഷത്തോടുള്ള വിരോധവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, എല്ലാം ഒരു കാലഘട്ടത്തിനേക്കേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനോ ബന്ധനമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളതിൻ്റെ ഒടുവിൽ വരുമ്പോൾ ദൈവജനത്തിന് ദൈവം കൊടുത്ത വലിയ വിജയമാണ്. അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ അങ്ങ് പോയി. രാജാവ് എന്താ ചെയ്യുന്നറിയോ? ഇനി എൻ്റെ 20 മുതൽ വായിക്കുമ്പോഴാണ് അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ദൈവം ഈ രാജാവിനോട് ഇടപെടുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ ദേശത്ത് നിന്ന് അന്ന് കോണാണ് നമ്മുടെ ഈ അന്ന് ഭക്ഷ്യധാന്യമായിട്ട് കോണൊക്കെ ഈ ദേശത്തു നിന്നാണ് ഈ പറഞ്ഞ ദേശക്കാർക്ക് ഈ രാജാവ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ ഇവർ തമ്മിലുള്ള ബന്ധം വഷളായി. അപ്പോൾ അതുകൊണ്ട് ഈ രാജാവ് അങ്ങോട്ട് ധാന്യം അയക്കാതായി. അപ്പോൾ ആ ദേശത്തുള്ളവരെല്ലാം എന്ത് ചെയ്തു? ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ രാജാവിൻ്റെ ജോലിക്കാരനായ ബ്ലസ്തോസ് അവനെ വശത്താക്കിയെന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തെന്നാണ് അതിൻ്റെ വേറൊരു നിർവചനം. കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ രാജാവിൻ്റെ പ്രീതിയൊന്നും ഞാൻ കിട്ടണം, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അത് അവിടുത്തെ ഒരു ലോക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഇഷ്യൂ വന്നു. ഇത് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ലോക്കലിൽ നടന്നൊരു ഇഷ്യൂ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ
ഇവരെല്ലാം കൂടെ വന്നു. ബ്ലസ്തോസ് പറഞ്ഞു, ഞാൻ ഒരു ദിവസം രാജാവിനെ നിങ്ങൾക്ക് മുഖം കാണിക്കാനായിട്ട് ഒരുക്കുക. അന്ന് വരുമ്പം രാജാവിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തൊഴുതൊക്കെ ഒന്ന് നമസ്കരിച്ച് ഒന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് ഒന്ന് പൊക്കിയൊക്കെ പറഞ്ഞാൽ ചിലപ്പം രാജാവ് അങ്ങ് സമ്മതിക്കും. അങ്ങനെ വായിച്ചു. സന്ധിക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് ബ്ലസ്തോസ് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുക്കാനായിട്ട് കാശ് മേടിച്ച് സമ്മതിച്ചു. അടുത്ത വാക്യം, നിശ്ചയിച്ച ദിവസം. അങ്ങനെ ബ്ലസ്തോസ് പറഞ്ഞ ദിവസം ഇവരെല്ലാം വന്നു. എന്തിനാ? ഞങ്ങൾക്ക് ആഹാരം കിട്ടുന്നില്ല, ദയവീത് ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് ആഹാരം ധാന്യം കിട്ടാൻ വേണ്ടി വന്ന നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് ഈ കാര്യത്തെക്കുറിച്ച് പ്രസംഗം കഴിക്കുകയാണ്. ഇപ്പം ഇവരുടെ ആഗ്രഹം എന്താ? ഈ പ്രസംഗം കേൾക്കുന്നൊന്നുമല്ല, ഇവരെന്തോ ഭക്ഷണം ഇത് കിട്ടണം. അതിനിവരെന്തോ ഇത് നടന്നു വായിച്ചേ. ഉയ്യോ, ഇവരങ്ങ് ഈ രാജാവിനെ അങ്ങ് പോയി, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. വേറെ കാര്യം സാധിക്കാനായിട്ട് പറഞ്ഞതാണ്. ഒരു ദേവൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ചക്രവർത്തിമാരെല്ലാം വർഷിപ്പ് അല്ലെങ്കിൽ ആരാധന ആവശ്യപ്പെടുന്നവരായിരുന്നു. തങ്ങൾ ദൈവമെന്ന് പറഞ്ഞ് ആരാധന ആവശ്യപ്പെടുന്നവരായിരുന്നു റോമൻ ചക്രവർത്തിയിൽ പലരും. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഹെരോദാവ് എന്ത് ചെയ്യുകയാണ്? ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദം. അപ്പോൾ അതിനെ ശാസിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവിടെ ശാസിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു ജാതീയ രാജാവാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനകത്ത് എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം വായിച്ചേ. അവൻ ദൈവത്തിന്, അപ്പോൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ ദൈവത്തിന് എഴുതിയിരിക്കുക. അത് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനം അവൻ എടുത്തു. ഈ മനുഷ്യരുടെ വാക്ക് കേട്ടിട്ട് അവരുടെ പുകഴ്ചയെ അവർ ശാസിക്കുകയോ നിങ്ങളിങ്ങനെ പറഞ്ഞില്ല. അത്രേ അവിടെ ചെയ്യാതിരുന്നുള്ളൂ. പക്ഷെ ബൈബിളിൽ എഴുതി വച്ചിരിക്കുകയാണ് അവൻ ദൈവത്തിന്. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ജാതീയ രാജ, അവന് ദൈവം ഏതാണെന്നോ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തെ ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ്. നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നാം എന്തുമാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാണെന്നുള്ളത് അവിടെ ചിന്തിക്കണ്ടേ. ഇവിടെ പറയുകയാണ് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നവരല്ലേ, കർത്താവിൻ്റെ ദൂതൻ ഉടനെ ശിക്ഷകളുണ്ട്. നമുക്കില്ലെന്ന് പറയാനൊക്കത്തില്ല. പുതിയ നിയമ കാലത്ത് ഉടനെ ശിക്ഷകളുണ്ട് ദൈവങ്ങളെ. നമ്മളിവിടെ ഗൗരവമായും വളരെ ഭയത്തോടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്തെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ, ദൈവമഹത്വത്തിനല്ലാത്തൊന്നും സംഭവിക്കരുത്. അതിനുവേണ്ടി വളരെ പ്രാർത്ഥിച്ചോളൂ നമ്മുടെ ജീവിതത്തിൽ. ഇനിയും എന്തെല്ലാം സംഭവിച്ചാലും ദൈവമഹത്വത്തിനാണെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഒരാമയും പറഞ്ഞാൽ മതി. അതിന് ഇവിടെ ഉടനെ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. ദൂതൻ അടിച്ചു. എങ്ങനെയാണ് ദൂതൻ അടിക്കുന്നത്? പിന്നെ എന്തോ സംഭവിച്ചത്? ദൂതൻ അടിച്ചപ്പോൾ എന്തോ സംഭവിച്ചത്? അവൻ കൃമിക്കിരയായി. അപ്പോൾ അതെന്തോ അടി? എങ്ങനെയാണ് ദൂതൻ അടിച്ചേ? ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ഈ ഹെരോദാവ് അഗ്രിപ്പായുടെ മരണത്തെക്കുറിച്ച് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിൽ ഇച്ചിരി വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അത് വായിച്ചപ്പോഴാണ് അതിനകത്തെ ആ കാര്യം മനസ്സിലായത്. നമുക്കിപ്പോൾ കിട്ടും. അതായത് നോർമലുള്ള ഹിസ്റ്റോറിക്കൽ ടെസ്റ്റിലല്ല ഈ രാജാവിൻ്റെ മരണം എഴുതിയിട്ടുണ്ട്. ഇത് ആ സമയത്ത് ഇവിടെ ഈ ഭക്ഷണ ക്രമീകരണത്തിന് വേണ്ടിയായിരുന്നു അവർ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കൊടുത്തേക്കുന്ന പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഒരു ചരിത്രകാരനായിരുന്നു ജോസീഫസ് എന്ന് നമുക്കറിയാം. ആ ജോസീഫസിൻ്റെ ആൻറ്റിക്വിറ്റീസ് എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകമുണ്ട്. അതിനകത്തും ഇത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ ഇദ്ദേഹം അവിടെ കൈസരിയയിൽ പോയത് ഒരു ഫെസ്റ്റിവലിനോട് ബന്ധപ്പെട്ട് പോയെന്നും അവിടെ ഒരു പ്രസംഗം ചെയ്തെന്നും എഴുതിയിട്ടുണ്ട്. പ്രസംഗവേളയിൽ ഇതുപോലെ അദ്ദേഹത്തെ എല്ലാവരും പുകഴ്ത്തി. അദ്ദേഹം വിശേഷ വസ്ത്രത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? രാജവസ്ത്രം ധരിച്ച ആ വസ്ത്രത്തിൻ്റെ വിശദീകരണമൊക്കെ ആ ബുക്കിനകത്തുണ്ട്. സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ എല്ലാവരും കാണുമ്പോൾ വളരെ വിചിത്രമായ നിലയിൽ വേഷം ധരിച്ചാണ് അദ്ദേഹം ആ പ്രസംഗം ചെയ്തതെന്നും ആ പ്രസംഗം. അപ്പം ഇതെല്ലാം വേദപുസ്തക ചരിത്രവുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് ആ ചരിത്രം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്:
അങ്ങനെ ആ വേഷധാരിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ ആളുകളെല്ലാം ഇവനെ ദേവൻ ദേവൻ എന്ന് പറഞ്ഞ് പുകഴ്ത്തി, ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ച കൊടുത്തു. അന്നേരം ഈ യഹൂദ ചരിത്രകാരൻ ദൈവവിശ്വാസിയാണ്ട് അദ്ദേഹം എഴുതി, ദൈവത്തിൻ്റെ കൈ അദ്ദേഹത്തിനെതിരായി വന്നു. ദൂതൻ അടിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, അവരതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് സംഭവിച്ചതും അതാ. പെട്ടെന്ന് ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വയറുവേദന വന്നു അദ്ദേഹത്തിന്. ഭയങ്കര വയറുവേദന വന്നു, സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തെ ആ സ്റ്റേജിൽ നിന്ന് തന്നെ തൻ്റെ പാലസിലേക്ക് ആളുകൾ കൊണ്ടുപോവുകയാണ്. 5 ദിവസം ആ വയറുവേദന വന്ന അദ്ദേഹം അതിൽ നിന്ന് മുക്തനാകാതെ 5-ാം ദിവസം നിര്യാതനായി. ഇതാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ ഒരു സർജൻ ബൈബിൾ ആൻഡ് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞൊരു ആധുനികമായിട്ടൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ബൈബിൾ ആൻഡ് മോഡേൺ മെഡിസിൻ. അപ്പോൾ അത് ഇതിനെക്കുറിച്ചൊരു ബൈബിളിലെ മെഡിസിൻ ഈ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഗവേഷണം നടത്തി അത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ സംഭവം ഇതെങ്ങനെയാണ് ഈ കൃമിക്കിരയായി പ്രാണനെ വിട്ടെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു, വയറുവേദന വന്നെന്ന് ചരിത്രം പറയുന്നു. ഇത് തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യം, അന്ന് ഏഷ്യ മൈനറിൽ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഈ വിരശല്യം, വേംസിൻ്റെ ശല്യം കൂടുതലുണ്ടായിരുന്നു ഏഷ്യക്കാർക്ക്. അത് ഇത് റിസർച്ച് കണ്ടുപിടിച്ച കാര്യം കേട്ടോ. വേംസിൻ്റെ ശല്യം കൂടുതലുണ്ടായിരുന്നു. അത് വയറ്റിനകത്തൊരു ബോൾ പോലെ കൂടിയിട്ട് ഈ ഇൻഡസ്ട്രൈനൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായ മരണം ഉണ്ടാകുന്ന രീതി അന്നുണ്ടായിരുന്നു. ഇത് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ സർജൻ കണ്ടുപിടിച്ച് എഴുതി വെച്ചേക്കുന്നു. നോക്കണേ, ദൈവവചനം എത്ര ആധികാരികമായിട്ട് എഴുതിയിരിക്കുന്നത്. ബൈബിൾ എഴുതിയിരിക്കുന്നു അവനെ ദൂതൻ അടിച്ചു. ഇപ്പം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ചിലപ്പം വയറുവേദന വരുമ്പോഴും നമ്മൾ സൂക്ഷിച്ചോണം. ദൈവം ചിലതൊന്നും നമ്മൾ നിസ്സാരമായി വിടരുത്, നമ്മളെ ആത്മശോധന ചെയ്യാനും ആയിരിക്കും. എന്തായാലും കൊള്ളാം, വയറുവേദന വന്ന ആൾ. പക്ഷേ ബൈബിളിൽ അത് തെറ്റായിട്ടാണെന്ന് എഴുതി. നോക്കി, ഇനി അതൊന്ന് വായിച്ചേ. കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി. പ്രൈസ് ദ ലോർഡ്. എത്ര കൃത്യമായിട്ടാണ് ബൈബിൾ എഴുതി വെച്ചേക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചപ്പോഴും ഈ വരയുടെ ശല്യമായിരുന്നെന്നും അതാണ് അവൻ്റെ മരണത്തിന് കാരണമെന്നും കണ്ടുപിടിക്കാൻ കാരണമായെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ അവന്. ഞാൻ പറഞ്ഞു വന്നു, ദൈവമക്കളെ, വിഷയം ഇത്രയേ ഉള്ളൂ. ദൈവമഹത്വം അന്വേഷിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. സുവിശേഷത്തിലൊരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഒരു ചെറിയ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അത് ദൈവമഹത്വത്തിനായിരിക്കണമെന്നുള്ള ചിന്ത. കർത്താവെ, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിനായിരിക്കണം. അല്ല, തിരിച്ചു പറയണം, ദൈവമഹത്വത്തിനല്ലാത്തതൊന്നും എന്നിൽ സംഭവിക്കല്ലേ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കല്ലേ, എൻ്റെ ആയുസ്സിൽ സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു ധൈര്യം നമുക്കുണ്ടാകണം. അവരെയോ ഇവരെയോ നോക്കിയല്ല നമ്മുടെ ആത്മീയ ജീവിതം നിശ്ചയിക്കേണ്ടത്, നമ്മുടെ സമ്പത്തിൻ്റെ നില നിശ്ചയിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിശ്ചയിക്കേണ്ടത്. മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതിയാണ് എനിക്ക് അനുഗ്രഹമെന്നുമുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ദൈവത്തോട് പറയണം, അപ്പച്ചാ തിരികുതം എന്നിൽ നിറവേറണം. അപ്പം ദൈവമഹത്വം അത് പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ഏത് ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചാലും പ്രത്യേകിച്ച് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത് അതാണ്. കർത്താവേ, നിൻ്റെ മഹത്വമായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് എല്ലായ്പ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഉച്ചരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. മടങ്ങി വരാം നമുക്ക് 19-ാം അധ്യായത്തിൽ. അങ്ങനെ എഫെസോസിലുള്ളവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് എന്താണ്? വായിച്ചാട്ടെ. പൗലോസ് 6-ാം വാക്യം. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ, ഇവിടെയും നമ്മൾ കാണുന്നു ദൈവദാസന്മാർ കൈവെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവവചനം പറയുന്നുണ്ട് അവരോട്. അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, അവരുടെ മേൽ കൈവെക്കുന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും. പരിശുദ്ധാത്മ സ്നാനം ഉണ്ടാകുന്നിടത്തുന്നുണ്ട്, എല്ലാവർക്കും ഉള്ളതാണ് അന്യഭാഷ, പ്രത്യക്ഷ അടയാളത്തോടുകൂടെ. ദൈവമക്കളെ, ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാവരും കൂടി 12 പേര്. എഫെസോസിലെ വേലയുടെ ഒരു വലിയ തുടക്കമായിരുന്നു അവിടെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ആത്മസ്നാനത്തിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവുടെ മേൽ ഇപ്പോൾ ഈ 3-4 അനുഭവങ്ങൾ 2-ാം അധ്യായം ഉൾപ്പെടെ നമ്മൾ പഠിച്ച എഫെസോസിലെ അനുഭവം, കൊർന്നല്യോസിൻ്റെ ഭവനത്തിലെ 9-ാം അധ്യായത്തിൽ അനന്യാസ് ശൗൽ ആത്മപൂർണനായി തീർന്ന അനുഭവം,
8-ാം അധ്യായത്തിൽ ശമര്യയിൽ നമ്മൾ കണ്ടത്. അതിനു മുമ്പ് 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിലെ ഈ അനുഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഈ അനുഭവം ദൈവസഭയ്ക്ക് ദൈവം നൽകിയതാണ്. അതെന്നും ദൈവം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് അത് അനുഭവിക്കാൻ ദൈവമക്കൾ കരങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചു. ഇത് നിന്നുപോയെന്നും ഇത് 1-ാം നൂറ്റാണ്ടിൽ മാത്രമുള്ളൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണെന്നൊക്കെ വാദിക്കുന്നുണ്ട്. എന്നാലും ഇന്ന് രാത്രിയിൽ ആ അനുഭവത്തെ ഹൃദയംഗമായി ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, അതിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവ്. ഇനി ഇവിടെ ഒരു ചോദ്യം ഇതാണ്, എന്താണ് ഇതിൻ്റെ പ്രയോജനം? നമ്മൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അന്യഭാഷയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്? പലരും അതിൻ്റെ പ്രായോഗിക വശം ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ കുറേ നേരം അന്യഭാഷ പറയുന്നത് കൊണ്ട് ഓക്കെ, ചിലപ്പം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച പലരുമുണ്ട്. അവർ ചിലപ്പോൾ 1-2 വാക്കുകൾ പറയും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കുന്നവരാകാം. എന്നാൽ എന്താണ് ഇതിൻ്റെ പ്രയോജനം? അതിനെക്കുറിച്ച് എന്തെങ്കിലും കൊരിന്ത്യർ ലേഖനത്തിലേക്കൊന്ന് വന്നാട്ടെ. നമുക്കറിയാവുന്ന ഭാഗമാണ്, ഒന്ന് ധ്യാനിച്ച് നമുക്ക് ആ ഭാഗം അവസാനിക്കും. 1 കൊരിന്ത്യർ 14-ാം അധ്യായം. ഈ 14-ാം അധ്യായവും ഇതുപോലെ തന്നെ ധാരാളം ചോദ്യങ്ങൾ, എതിർ ചോദ്യങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരധ്യായമാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായം. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന ഈ അനുഭവം, അതിൻ്റെ പ്രയോജനം എന്താണ്? അതിൻ്റെ 14-ന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. 5-ാം വാക്യം നോക്ക്. അവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ ഈ കൊരിന്ത്യ സഭയെക്കുറിച്ച് നമുക്കറിയാം, ഒരു കൃപാവരത്തിലും കുറവില്ലാതെ കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന ഒരു ജനമാണെന്ന് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃപാവരങ്ങൾ വ്യത്യസ്ത നിലയിൽ പ്രയോജനപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നൊരു സഭയും കൂടെയായിരുന്നു കൊരിന്ത്യ സഭ. എന്നാൽ അതിൻ്റെ ഉപയോഗത്തിൽ, അതിൻ്റെ ക്രമീകരണങ്ങളിൽ ചില പാകപ്പിഴകൾ അവിടെ വരുന്നുണ്ട്. നമുക്കറിയാം, ഇത് ഉപയോഗിക്കുന്ന വിധത്തിലും സഭയുടെ അതിൻ്റെ നടത്തിപ്പിൽ, അതിൻ്റെ ക്രമം അനുസരിച്ച് അത് ചെയ്യുന്നതിലൊക്കെ ചില അപാകതകൾ അവിടെ വന്നിട്ടുണ്ട്. അതിന് ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ പൗലോസ് അവിടെ ചില കാര്യങ്ങൾ പറയുന്നത്. ആ വാക്യം എടുത്തിട്ട് ചിലർ പറയാറുണ്ട്, ഇത് പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്, എല്ലാവരും അന്യഭാഷ പറയുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അതൊക്കെ ചോദിക്കുന്നത് ആ കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു കൃപാവരത്തിനും കുറവില്ലാതെ ഇത് പങ്കുവെക്കുന്ന ഒരു സഭയായതുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തിലുള്ള ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് അത് പറയുന്നതെന്ന് വ്യക്തമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ 2-ാം വാക്യം മുതൽ വളരെ കൃത്യമായി പരിശുദ്ധാത്മ സ്നാനത്താൽ നമ്മളിൽ ഉണ്ടാകുന്ന അന്യഭാഷ, ഈ അധ്യായത്തിൽ തന്നെ ഭാഷാ വരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വ്യത്യസ്തമാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഉപയോഗത്തിൽ അല്ലെങ്കിൽ എൻ്റെ എസൻസിൽ ഇത് തമ്മിൽ ഒന്നാണെങ്കിലും വ്യത്യാസമുണ്ട്. മറ്റേത് ഭാഷാവരവും, ഇത് ആത്മസ്നാനത്തിൽ ലഭിക്കുന്ന അന്യഭാഷയുമാണ്. അവിടെ അന്യഭാഷയിൽ 2-ാം വാക്യം തൊട്ട് വായിച്ചാട്ടെ. ആ ആ ആ ആ മതി. 14-ന്റെ ഒടുവിലത്തെ വാക്യവും ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. ഏറ്റവും ഒടുവിലത്തെ വാക്യം. ആ ആ അപ്പോൾ ഇത് വിലക്കരുതെന്ന് പറയുന്നു, എല്ലാവരും സംസാരിക്കണമെന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് ആവശ്യം? അപ്പം വളരെ വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്, ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് വരികയാണ്. എന്താണ് അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട്? നമ്മൾ കേവലം ചില വാക്കുകൾ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണോ? അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനമുള്ളത്? 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ 3 പ്രധാന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ദൈവം തരുന്ന ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നമ്മുടെ ബുദ്ധിക്കൊക്കെ അപ്പുറത്തായി ദൈവം തരുന്ന ഭാഷയിൽ ദൈവത്തോട്, പ്രൈസ് ദി ലോർഡ്, രാമൻ പറയാമോ? ബൈബിള് പറയുന്നു, അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുകയാണ്. 2, അടുത്തത് 2, എന്തെങ്കിലും പറയുകയല്ല. അങ്ങനെ പലരും പറയുന്നത്, ചുമ്മാ ഇവരെടുത്തുകൊണ്ട്
അങ്ങനെയല്ല, എന്തെങ്കിലും പറയുകയല്ല. നമുക്ക് ഉറപ്പുണ്ടാകണം അവൻ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു. നമുക്കത് അറിയുന്നില്ലെങ്കിലും മനുഷ്യൻ സംസാരിക്കുന്ന അവരുടെ ജ്ഞാനത്തിനും അറിവിനും അനുസരിച്ചാണ്. പക്ഷേ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കുകയാണ്. അന്യഭാഷ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ സംസാരിക്കുന്നു. പിന്നെ അടുത്തത് അടുത്ത വാക്യം, 4-ാം വാക്യം. അന്യഭാഷയെ സംസാരിക്കുന്നവൻ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക്, ഇവിടെയാണ് ഭാഷാപരവുമായ വ്യത്യാസം. ഭാഷാപരത്തെക്കുറിച്ച് പറയുന്നിടത്ത് അത് തനിക്കല്ല ആത്മീയവർത്തനം, സഭയ്ക്ക് ആത്മീയവർത്തനം. അതുകൊണ്ട് തന്നെ അത് വ്യത്യാസമാണെന്നറിയാം. അന്യഭാഷയെ സംസാരിക്കുന്നവൻ തനിക്ക് താൻ, അവരവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ ആത്മീയവർത്തനം ഉണ്ടാവും? അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലിരിക്കണം. ഒന്ന്, വെറുതെ സംസാരിക്കുകയല്ല, എന്തുവാ, ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇനി എന്ത് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു ഒക്കെ നമ്മൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവം തരുന്ന ഭാഷയിൽ. ദൈവം തരുന്നതാണോ? അതെവിടെ വാക്യം? 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ, ഇല്ലേ? നമ്മുടെ എന്താ പക്ഷേ ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ. നമ്മൾ ഇഷ്ടമുള്ള വാക്ക് പറയുകയല്ല, ദൈവം തരുന്നതാണ്, ദൈവത്തോട് സംസാരിക്കുന്നതാണ് അന്യഭാഷ. പറഞ്ഞ് മനസ്സിലായോ? ഇത് നമ്മുടെ ഉള്ളിലിരിക്കുക. അന്യഭാഷയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സംശയം ഉണ്ടെങ്കിൽ ഇത് ലഭിക്കത്തില്ല, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്കതിൽ വളരാൻ കഴിയത്തില്ല. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്, ആത്മാവ് ഉച്ചരിക്കാൻ തരുന്നതാണ്. 2, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നതാണ്. 3, ഇതാര് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ എനിക്ക് ആത്മീയ വർധനം ഉണ്ടാകുമെന്ന് ആകാശവും ഭൂമിയിലും മാറിയാലും മാറാത്ത വചനം പറയുന്നു. പാസ്റ്റർ പറഞ്ഞതല്ല, വചനം പറയുന്നു. ഇത് എനിക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തും. അപ്പം ഞാൻ പറഞ്ഞു, ആത്മസ്നാനം പ്രാപിച്ചു, ചില വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു. പരിശുദ്ധാന്വേഷണം പ്രാപിച്ചു ആണെന്ന് ചോദിച്ചാൽ ചില പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഒരാൾ പറഞ്ഞ് രാത്രിയിലാണ് ഞാൻ പറയുന്നത്, എല്ലാവരും കേൾക്കെ പറയാൻ എനിക്ക് പറയുന്നത് ഇഷ്ടമല്ല, തനിയെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എന്നും ഒരുപോലെ ഇരിക്കാനല്ലല്ലോ ദൈവം നമ്മെ വിളിച്ചതില്ലേ. നമ്മളിതിൽ വളരണം. പല ഭാഷകൾ സംസാരിക്കാൻ നമുക്ക് കഴിയും. പിന്നെ ദിവസം പ്രതി അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ഓരോ ദിവസം പറയുന്നുണ്ട്. 14-18 നമ്മൾ കണ്ടത് എന്താണ്? നിങ്ങളെല്ലാവരിലും അധികം, നമ്മൾ വായിച്ച വാക്യമാണ്, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ. അതെന്തൊരു അനുഭവം! അത് അത്രയും പ്രാഗൽഭ്യത്തോടെ പറയണമെങ്കിൽ നിങ്ങളെക്കാളെല്ലാം അധികം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദിവസം പ്രതി നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുന്ന, എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ പ്രവാചകൻ കണ്ട പ്രവാചകനെ അല്ലെങ്കിൽ ദൂതൻ വിളിച്ചുകൊണ്ട് പാദം വരെയും മുട്ടുവരെയും അരയ്ക്കും തലയ്ക്കും മീതെയൊക്കെ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഞാൻ അഭാവത്തേക്ക് പോകുന്നില്ല. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരുന്നൊരനുഭവമായത്. ഓരോ ദിവസവും ഈ പരിശുദ്ധാത്മാവെന്ന നദിയിൽ അതേ പാനം ചെയ്യുന്ന ആഴമായ അനുഭവങ്ങളിലേക്ക് ഇറങ്ങുന്ന ശ്രേഷ്ഠമേറിയ അനുഭവത്തെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിലുടനീളം കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം പ്രായോഗികമായിട്ട് ചിന്തിച്ച് എന്താണ് ഇതിൻ്റെ പ്രയോജനം? പക്ഷേ എന്താ ഇതിൻ്റെ പ്രയോജനം? നമ്മളിങ്ങനെ 14-ാം അധ്യായം 14-15 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ അന്യഭാഷയിൽ എന്തുണ്ട്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ആത്മാവ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെരി കറക്റ്റ്. അത് ക്ലിയർ ആയിക്കോണം. നോക്കിയേ, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അപ്പം ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കലി എന്താണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്? അല്ലേ? അങ്ങനെയല്ലേ ആ വാക്യം? നിങ്ങൾ ഒന്നുകൂടെ നോക്കിയാൽ വാക്യം, ഒന്നുകൂടെ വായിച്ച വാക്യം, 14-ാം വാക്യം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നു.
ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ? ചിലരിങ്ങനെ മൗനമായിട്ട് സഭയിൽ ഇരുന്നിട്ട് പറയും, പക്ഷേ ഞാനിങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കങ്ങനെ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിള് പറയുന്നു അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതായത് മുമ്പേ പറയും, ഇത് ഇമോഷൻ മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ ഇത് ഒരു പാട്ടിൻ്റെ അവസാനം പറയുന്ന 2 ബാബ്ലിങ് സൗണ്ട് അല്ല, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഓക്കെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിക്കുന്നു ദൈവമക്കളിൽ ഇവിടെ ഇരിക്കുന്ന നല്ലൊരു പങ്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, ആ ഒരു മണ്ഡലമുണ്ട്, ആ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, അടുത്തുകൂടെ വായിച്ചു. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും. ആത്മാവിൽ പാട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മാവിൽ ആരാധനയുണ്ട്. അത് നമുക്കറിയാം, ആത്മാവിൽ ആരാധനയുണ്ട്. ശ്രദ്ധിച്ചേ, നമുക്ക് കോമൺലി മനസ്സിലാക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്, വളരെ പ്രായോഗികമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു, പല വേദഭാഗങ്ങളുണ്ട്. അതിനായി ജാഗരിച്ചും കൊണ്ട് എന്ന് പറഞ്ഞ വാക്യമുണ്ട്. ആത്മാവിലുള്ള പ്രാർത്ഥന എന്താണ് ഇതിൻ്റെ പ്രയോജനം? എന്താ ഇതിൻ്റെ പ്രയോജനം? നമ്മൾ അന്യഭാഷയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അതാണല്ലോ പ്രാക്ടിക്കലി പൗലോസ് പറയുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന എന്നവിടെ ക്ലിയറാണ്. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിക്കുക. അതായത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ഓരോ ആവശ്യങ്ങൾ, പ്രാർത്ഥനയെ തന്നെ എക്സാമ്പിളായിട്ട് എടുത്തു. നമ്മൾ പ്രാർത്ഥനയിൽ സാധാരണ നമ്മുടെ കോമൺ ലാംഗ്വേജിൽ, നമ്മുടെ ഭാഷയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ആവശ്യങ്ങളൊന്നും ദൈവം നിറവേറ്റാറില്ല. എല്ലാം ഒന്നും ഈ പറഞ്ഞ പോലെ 4-ാം അധ്യായത്തിലെ 4-ാം വാക്യം ഒന്ന് വായിക്കാവോ? യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആ ആ ആ ആ ആ അതിലെ പ്രാർത്ഥനയെക്കുറിച്ച്, അത് 1-ാം വാക്യം വായിച്ചു, 1-ാം വാക്യം. ആ അടുത്ത വാക്യം, അതിൻ്റെ 3-ാം വാക്യം. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് അതൊരു പ്രാർത്ഥനയാണ്. നമ്മളിങ്ങനെ മുമ്പേ പറഞ്ഞ പോലെ എന്തൊക്കെയോ ആവശ്യങ്ങൾ വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല, നമുക്കറിയാം. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ, 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം നോക്കിയേ. യോഹന്നാൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷകൾ, അപ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം അപേക്ഷിക്കണം. ചിലപ്പോൾ ആ ദൈവഹിതമൊന്നും അറിയാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിലപ്പോൾ കഴിയത്തില്ല. നമ്മളീ പറഞ്ഞ പോലെ മറ്റുള്ളവരെ നോക്കിയോ നമ്മുടെ ഇമ്മീഡിയറ്റ് നീഡ് കണ്ടോ ഒക്കെ ആയിരിക്കാം ദൈവത്തോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, അവിടെയാണ് റോമാലേഖനം 8:26 നമ്മൾ പറഞ്ഞിരുന്നു, വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല, ആത്മാവ് താനും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എങ്ങനെ? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി എന്നുള്ളത് അവിടെ അടിവരയിടണം. മനസ്സിലായോ? നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളിലിരുന്നു കൊണ്ട് വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവഹിതപ്രകാരം ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിക്കാൻ, അതിലൊരു ഉദാഹരണം ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ പലപ്പോഴും ഓർക്കുക. നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാവുന്ന ആവശ്യം മാത്രമേ അല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമല്ല പ്രാർത്ഥിക്കാൻ പറ്റൂ. അല്ലെ നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ആവശ്യങ്ങൾ മാത്രമല്ല പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? ഉദാഹരണം പറയാം. ഒരു രോഗം എടുത്തോ, ഒരു ദൈവദാസൻ പറഞ്ഞൊരു ഉദാഹരണമാണ്. അതൊരു രോഗം എടുക്കുക. നമുക്കിപ്പം ശരീരത്തിനുള്ളിലൊരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മളത് അറിയുന്നത് എപ്പോഴാണ്? അതിൻ്റെ സിംറ്റംസ് വെളിയിൽ വരുമ്പോഴാണ്, ഇല്ലേ? അന്നേരം നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഈ രോഗം, ഒരു ഉദാഹരണം കേട്ടോ,
അന്നേരം നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ കാരണം നമുക്കത് വെളിയിൽ വന്നപ്പോഴറിഞ്ഞ് എനിക്ക് ഈ രോഗം ഉണ്ട്, അല്ലെങ്കിൽ ഒരു വേദന വന്നപ്പോൾ അയ്യോ കർത്താവേ എനിക്ക് രോഗമുണ്ട് കർത്താവ്. പക്ഷേ ആത്മാവിലുള്ള പ്രാർത്ഥന അത് ഉരുവാകുന്നതിന് മുമ്പേ, അത് ആ സ്ഥാനത്തുരുവാകുന്നതിന് മുമ്പേ നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കാനിടയായിത്തീരും. ഇതൊരു ഉദാഹരണമാണ്. ഇത് രോഗത്തോടുള്ള ബന്ധത്തിലായിരുന്നാലും നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിലായിരുന്നു. നമ്മുടെ ബുദ്ധിക്ക് ഫീൽ ചെയ്യാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. വിശ്വസിക്കുന്നവരോ രാമൻ പറയാമോ? ഒരു പ്രാക്ടിക്കൽ ഉദാഹരണമാണ് ഞാൻ പറയാം. ചില സന്ദർഭങ്ങളിലെങ്കിലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ദൈവങ്ങൾ പ്രാർത്ഥിക്കാനുള്ള കാരണമൊന്നും അറിയത്തില്ലെങ്കിലും പ്രാർത്ഥിക്കാനുള്ള പ്രേരണ ഉണ്ടാകാറുണ്ട്. ഒത്തിരി അനുഭവം ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ. പിന്നീടായിരിക്കും അത് കാരണമൊന്നും അന്നേരം മനസ്സിലാകണമെന്നില്ല. എന്നാൽ പിന്നീട് മനസ്സിലാകും എവിടെയോ ഒരു തകർച്ചയോ എവിടെങ്കിലും ഒരു അപകടമോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പിശാച് അത് പദ്ധതി ഇടുമ്പോൾ തന്നെ ദൈവാത്മാവിൽ നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാകാം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആത്മാവിൽ പ്രേരണ തരും. നമുക്കറിയാം നമ്മുടെ തലമുറയുടെ വഴികളൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ ആത്മാവിൽ ദൈവം പ്രേരണ തരും. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവൻ പദ്ധതി ഇടുമ്പോൾ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അത് നമ്മൾ ബുദ്ധിയിൽ വന്ന് സ്തോത്രം അതിനെക്കുറിച്ച് പറയുന്നത് ഈ പിശാച് പ്ലാൻ ചെയ്യുന്നതിനെ നിങ്ങൾക്ക് തകർക്കാൻ അങ്ങനെ സാധിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ സമയം കഴിഞ്ഞു പോയെന്ന് വരാം. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യണം, നമ്മുടെ ബുദ്ധിയിൽ അത് വന്നേ പറ്റൂ. പക്ഷേ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആത്മാവിലുള്ളൊരു പ്രാർത്ഥനയുടെ തലം നീ മനസ്സിലാക്കുമ്പോൾ പിശാച് പദ്ധതി ഇടുന്ന വഴികളിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിന് ഒരു രോഗം വന്ന് അതിൻ്റെ സിംറ്റം വരുമ്പോഴല്ല, അതിൻ്റെ ഉത്ഭവ സ്ഥാനങ്ങളെ പിഴുതെറിയാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അത് ആത്മാവിലുള്ളൊരു പ്രാർത്ഥനയുടെ മണ്ഡലമാണ്. അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേവലം എന്തെങ്കിലും അവ്യക്തമായ രണ്ട് വാക്കുകൾ പറഞ്ഞ് നിർത്താനുള്ളതല്ല അന്യഭാഷ. ആത്മാവിലുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിൽ ഇത് ഉപവാസ പ്രാർത്ഥനയാണല്ലോ ദൈവമക്കളെ. എത്ര പേർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, ഇത്ര ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ തിരുവഴുത്തിലുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒതുങ്ങിപ്പോകാതെ കർത്താവേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2002 തോന്നുന്നു ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ബഹ്റിനിൽ അവിടെ ഒരു 21 ദിവസ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ കടന്നുപോയി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, രാത്രിയിൽ ഒരു സഹോദരി വന്ന് വളരെ കണ്ണുനീരോടെ ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് ആ ക്ലാസ്സിൻ്റെ എത്ര ദിവസമാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഈ വിഷയം ആത്മാവിലുള്ള പ്രാർത്ഥന, പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്, അതായിരുന്നു അന്നത്തെ വിഷയം. ഞാൻ ഈ വിഷയം പറഞ്ഞു. നമ്മൾക്ക് സമയം ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ വശം പറഞ്ഞു. നമ്മൾ ദൈവത്തിനെ ഇരുന്ന് ആത്മാവിൽ തന്നെ അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കുക. ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ സൺഡേയിൽ ആ സഹോദരി എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. അവർ സൗദിയിൽ നിന്ന് ബഹ്റിനിലേക്ക് ജോലി മാറി വന്നൊരു സഹോദരിയാണ്. ആമേൻ. ബഹ്റിനിൽ വന്ന് ആ ഹോസ്പിറ്റലിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ് സൗദിയിൽ മിസ്സായിപ്പോയി. അവരുടെ ചീഫ് പറഞ്ഞു, നിനക്ക് ഒരു കാരണവശാലും ബഹ്റിന് ജോലി കിട്ടത്തില്ല, നീ അടുത്ത ദിവസം തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് വളരെ കർശനമായി പറഞ്ഞ ഒരു വേദനയോടെ ആ രാത്രിയിൽ ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചു. അവരോട് ഈ വചനം ദൈവാത്മാവ് ഇടപെട്ടു. അത് മറ്റൊന്നുമല്ല, നീ ഒന്നും പ്രാർത്ഥിക്കേണ്ട, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അവരെഴുന്നേറ്റ് പറഞ്ഞിങ്ങനെ, ഞാൻ 1 മണിക്കൂർ രാത്രിയിൽ എൻ്റെ കട്ടിലിരുന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ തന്നെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കതുവരെ ഉണ്ടാകാത്തൊരനുഭവമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ക്രൂരയായ വനിത അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയുവാനിടയായി അവൾക്ക് ആ ജോലി ലഭിച്ചു. അവൾ എഴുന്നേറ്റ് സൺഡേയിൽ സാക്ഷി പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ദൈവമക്കളെ, പരിശുദ്ധാത്മാവും നമ്മെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് ആത്യന്തികമായി ഒരുക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ അതിന് പ്രവൃത്തിയൊന്നും ഇല്ലെന്നല്ല. നിൻ്റെ ജോലി സ്ഥലത്ത്, നിൻ്റെ ശാരീരിക മണ്ഡലത്തിൽ, നിൻ്റെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും ഇറങ്ങി വന്ന് ഒരു ഡോക്ടറിനേക്കാൾ, ഒരു സർജനേക്കാൾ
ആമേൻ, ഒരു ജ്ഞാനിയേക്കാൾ, ഒരു അധ്യാപകനേക്കാൾ ശക്തമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരാളത്വപരമായ അനുഭവമാണ് പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറയണം, കർത്താവേ, കേവലം 2 വാക്ക് പറഞ്ഞ് നിർത്താനുള്ളതല്ല അന്യഭാഷ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ദൈവം എന്നെ മാറ്റണമേ. ഈ ദിവസങ്ങളെ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥന, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ തലമുറയുടെ വഴികളെ പിശാച് ബന്ധിക്കുവാൻ ഒരുങ്ങുമ്പോൾ തന്നെ, അല്ല അപകടങ്ങൾ വിതയ്ക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിക്കുമ്പോൾ ചില ബന്ധനങ്ങളെ അഴിക്കുന്ന, കെട്ടുകളെ പൊട്ടിക്കുന്ന, ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്ന ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ മാറ്റണമെന്ന് എത്ര പേര് ദൈവത്തോട് പറയും? ദൈവം ഈ ദിവസങ്ങൾ നമ്മെ നിറയ്ക്കുവാനിടയാകും. നിനക്ക് വേണ്ടി വഴി തുറക്കാൻ, അധികാരികളോട് ഇടപെടുവാൻ, നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയും. രാജാക്കന്മാരുടെ മനസ്സ് യഹോവയുടെ കയ്യിൽ നീർത്തോട് കിടക്കുകയാണെങ്കിൽ ദൈവത്തിന് ഇടപെടാൻ കഴിയാത്തൊരു മേഖലയില്ല. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ദൈവനെ നീ ലജ്ജിക്കരുത്. ആത്മാവിനെ ദൈവം നിനക്ക് തന്നെങ്കിൽ 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. അന്യഭാഷയിൽ തന്നെ നീ പ്രാർത്ഥിക്കണം. അതിനാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. വേദപുസ്തകം പറയുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന് നിന്റെ ജീവിതത്തിന്റെ മേഖലയിൽ എവിടെയാണോ കടന്നു ചെല്ലാൻ കഴിയേണ്ടത്, നിന്റെ ബുദ്ധി എത്താത്ത ഇടത്ത്, നിന്റെ ചിന്തകൾ എത്താത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുവാനിടയാകും. ഇന്ന് രാത്രി ദൈവശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ പരിചയമുള്ള വാക്കുകളിൽ മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കരുത്. നമ്മുടെ പരിചയമുള്ള വാക്കുകളിൽ മാത്രം, നമ്മുടെ ബുദ്ധിയിൽ മാത്രം പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന തലത്തിലേക്ക് നീ മാറ്റപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ അത് വലിയ വിടുതലായി മാറും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരോടും ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നീ കടന്നു ചെന്നാൽ നീ ഉദ്ദേശിക്കാത്ത നിലയിലുള്ള ദൈവത്തിന്റെ പ്രവർത്തിക്കായി, ചില ദൈവീയ വിടുതലിനായി നിന്നെ ഒരുക്കുവാൻ, നിന്റെ കുടുംബത്തെ ഒരുക്കുവാൻ, നിന്റെ തലമുറകളെ ഒരുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആ ബന്ധനങ്ങൾ അഴിയും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആ കെട്ടുകളെ പൊട്ടിക്കുവാൻ കഴിയും. ഔഡൽകമന ഹഡഗമന ഹസ്തരാരി ഖമനാദി ആരാധന ഔഡമന ഹക്ഷ സന്ദലാരി ഖമനാദി ആരാധന വൈദൽ ഖമാരി ആരബ സന്ദലാരി ആരാധന ഔഡൽ ഖമനി ആരബാലബ സന്ദലാരി ഖമനാദി ആരബ ഔഡമന സിയാരാധനാദി ഖമനാദി ആരാധന ഔഡൽ ഖമനി ആരാധന ആരബ ശൈദമരി ആരാധന ഉഡാരബാന ഹതുരി ആരാലബ സന്ദലാദി ആരാധന. Jesus, hallelujah, 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 hallelujah. Glory to Jesus. ചില നാളുകൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കേണ്ട ചില വിഷയം നിന്റെ മുമ്പിലുണ്ടാകാം. ദൈവമേ, ഇതിലെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. ചില നാളുകൾ നീ ആത്മാവിൽ പോരാടേണ്ട ചില വിഷയങ്ങൾ നിന്റെ മേലുണ്ട്. നീ അത് ആത്മാവിൽ പോരാടിയാൽ മതി. ദൈവം വിജയം തരും, ദൈവം വിജയം തരും. സാധിക്കത്തില്ലെന്ന് ശത്രു പറയും, എന്നാലല്ല, ദൈവമഹത്വം വെളിപ്പെടും, ദൈവമഹത്വം വെളിപ്പെടും. നീ ആത്മാവിൽ പോരാടിയൊന്ന് പ്രാർത്ഥിച്ചേ, നീ ആത്മാവിൽ പോരാടിയൊന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ കയ്യിൽ ദൈവം അത് കൊണ്ടു തരും. അത് ദൈവ മഹത്വത്തിന് കാരണമായി മാറും. Rabana Hasturabana Hataradigana Vaidal Kamana Daraba Shandaladala Audamana Hastaradigaraba. Hallelujah.
ൗഡാമാസ്യാരാധന ഹത്തൽ ജലാദിബാനാരബ ഉടൽഖമന ഹടഗമന ഹസ്തരാധലാധല. നമ്മുടെ ബുദ്ധി പറയും നടക്കത്തില്ലെന്ന്. നമ്മുടെ ബുദ്ധിക്ക് ചിലയിടത്ത് എത്താൻ കഴിയത്തില്ല. പക്ഷേ ആത്മാവിന് ചെല്ലാൻ കഴിയാത്ത ഒരിടവുമില്ല കേട്ടോ. നീ ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരുന്നാൽ ആമേൻ, ദൈവം നിൻ്റെ കയ്യിൽ കൊണ്ടെത്തിക്കും. ഒറ്റ കാര്യം ഉറപ്പ് വരുത്തിയാൽ മതി, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന്. അത് മറന്നു പോകരുത്. ദൈവ മഹത്വത്തിനായി ദൈവം വലിയ ചെയ്യും. നിന്നിൽ ദൈവം ചെയ്യും, നിൻ്റെ കുഞ്ഞുങ്ങളിൽ ദൈവം ചെയ്യും, നീ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ചെയ്യും. നിൻ്റെ ശരീരത്തിൽ ദൈവം അത് വെളിപ്പെടുത്തും, നിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ അത് വെളിപ്പെടുത്തും. ഇന്ന് രാത്രിയിൽ ആഴമേറിയ അനുഭവത്തിനായി ആമേൻ ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, തന്നിരിക്കുമ്പോഴും ആത്മാവിൽ തന്നെ അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ നമ്മൾ വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ അത് ആഗ്രഹിക്കുന്നവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ട്, കർത്താവേ, ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്കായി ഇന്ന് രാത്രി എന്നെ ശക്തീകരിക്കണമേ. ഇത് വെറും കേൾവിയല്ല, എൻ്റെ ജീവിതത്തിൽ ആ ഒരു മണ്ഡലത്തിലേക്ക് എന്നെ നയിക്കണമേ. എൻ്റെ ബുദ്ധിയെ കെട്ടിക്കളയുന്ന, എൻ്റെ അധരങ്ങളെ ബന്ധിക്കുന്ന, എൻ്റെ നാവിനെ അശക്തമാക്കി കളയുന്ന എല്ലാ അനുഭവങ്ങളുടെ മേലും അങ്ങയുടെ വചനത്താൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണടയ്ക്കാതെ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ടതാകുന്ന വചനത്തിന് മുൻപാകെ